നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. IM വിജയൻ അന്താരാഷ്ട്ര സ്പോർട്സ് കോംപ്ലക്സ് നവംബർ 3-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് മേയർ MK വർഗീസ്. മുക്കാട്ടുകര സെന്റ് ജോർജസ് ദേവാലയത്തിൽ കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾക്ക് പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. മാടക്കത്ര ഗ്രാമപഞ്ചായത്ത് കളിസ്ഥലം റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു. മാടക്കത്ര ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 16-ൽ സഞ്ചാരയോഗ്യമാക്കിയ വിവിധ റോഡുകളുടെ ഉദ്ഘാടനം പ്രസിഡന്റ് ഇന്ദിരാ മോഹൻ നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. മാടക്കത്രയിൽ പഞ്ചായത്ത് കളിസ്ഥലം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K. രാജൻ നാടിന് സമർപ്പിച്ചു. നാടിന്റെ കളിയാരവങ്ങളുടെ സ്പന്ദനമാകാൻ മാടക്കത്ര ഗ്രാമപഞ്ചായത്തിൽ കളിക്കളം തയ്യാർ. കൗമാരക്കാരും യുവാക്കളും കായിക വിനോദങ്ങളിൽ ഏർപ്പെട്ട് ഒന്നിച്ച് സമയം ചെലവഴിക്കുന്ന വൈകുന്നേരങ്ങൾ ഗ്രാമീണ കേരളത്തിലെ സ്ഥിരം കാഴ്ചയാണ്. ലഹരിക്കും മയക്കുമരുന്നിനും അടിമകളായി ഒരുപാട് പേരുടെ ജീവിതത്തിൽ നഷ്ടങ്ങൾ സംഭവിക്കുന്ന ഈ കാലത്ത് കായികമാണ് ലഹരി എന്ന ആശയം മുൻനിർത്തി വിവിധ പദ്ധതികളുമായി കായിക വകുപ്പ് മുന്നോട്ടു പോകുന്നു. സംസ്ഥാനത്തെ പൊതുജനങ്ങളുടെ കായികക്ഷമത ഉയർത്തുന്നതിനോടൊപ്പം പ്രൊഫഷണൽ കായിക രംഗത്ത് മികവുറ്റ കായിക താരങ്ങളെ വാർത്തെടുക്കുന്നതിനുതകുന്ന പശ്ചാത്തല സൗകര്യങ്ങൾ വികസിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നടപ്പാക്കുന്ന ഒരു പദ്ധതിയാണ് ഒരു പഞ്ചായത്തിൽ ഒരു കളിക്കളം. ഒരു പഞ്ചായത്തിൽ ഒരു കളിസ്ഥലമെങ്കിലും വികസിപ്പിച്ച് ഗ്രാമീണ ജനങ്ങളുടെ കായികക്ഷമത ഉറപ്പുവരുത്തുകയും അതോടൊപ്പം ഉന്നത നിലവാരത്തിലുള്ള ആധുനിക കളിസ്ഥലങ്ങൾ നിർമ്മിച്ച് ദേശീയ അന്തർദേശീയ മത്സരങ്ങളിൽ കഴിവ് തെളിയിക്കുന്നതിന് കായിക താരങ്ങളെ പ്രാപ്തരാക്കുക എന്നതുകൂടി പദ്ധതി ലക്ഷ്യമിടുന്നു. ഒല്ലൂർ നിയോജക മണ്ഡലത്തിലെ കായിക കുതിപ്പിന് കരുത്തേക്കാൻ മാടക്കത്തറ ഗ്രാമപഞ്ചായത്തിൽ കേരള സംസ്ഥാന കായിക വകുപ്പിന്റെ പ്ലാൻ ഫണ്ടിൽ നിന്നും അനുവദിച്ച 1 കോടി രൂപ വിനിയോഗിച്ചുകൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കിയ ഗ്രൗണ്ട് റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K. രാജൻ നാടിന് സമർപ്പിച്ചു. ഇത് പറഞ്ഞിട്ട് ഇപ്പോൾ 1 കൊല്ലം തികച്ചിട്ടുണ്ടാവില്ല. പറഞ്ഞതിൻ്റെ 1 മാസം തികയുന്നതിന് മുമ്പ് സാവിത്രിക്ക് 3 ദിവസം തികയുന്നതിന് മുമ്പ് ആദ്യം കിട്ടിയ സർക്കാരിൻ്റെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് 1 കോടി രൂപ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി അനുവദിക്കുകയാണ്. ഇവിടെ ഇപ്പം മഴയുടെ ചെറിയ പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ശ്രീ മുഹമ്മദ് അഷ്റഫ് പറഞ്ഞതുപോലെ ഞങ്ങളോട് പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരു ഓപ്പൺ ജിമ്മും കൂടി വരാനുണ്ട്. ഇത് 3 ആയാൽ ഇപ്പം നമ്മൾ പ്രഖ്യാപിച്ച തുകയ്ക്കനുസരിച്ചുള്ള സാമാന്യമായിട്ടുള്ളൊരു ഗ്രൗണ്ട് വരും. ഇതൊന്നും പോരാ, സജ്ജിച്ച് നോക്കുകയാണ്, ഇതൊന്നും പോരാ. വളരെ വലിയ സ്റ്റേഡിയം തന്നെ വേണമെന്നാണ് നമ്മുടെ ഒരു ആവശ്യം. തുടർന്നുണ്ടാകും. തൽക്കാലം നല്ല ഫെൻസിംഗ് ഒക്കെയായി ബോളടിച്ചാൽ നേരെ അയൽവക്കത്തെ വീട്ടിലെ ഓട് കളയാത്ത വിധത്തിൽ ഫെൻസിംഗ് ഒക്കെ അടിച്ച് രാത്രിയാണെങ്കിൽ എന്തൊരു ഭംഗിയാണ്. നമ്മൾ എത്ര നാടകരാവിനും എത്ര പരിപാടികൾക്കും എത്ര മത്സരത്തിനും ഇരുന്ന ഗ്രൗണ്ടാണിത്. ആ ഗ്രൗണ്ടിന്റെ സ്വഭാവമാകെ മാറി. ഒരു നാടിന്റെ വികസനം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ് സാധ്യമാകുക. IM വിജയൻ അന്താരാഷ്ട്ര സ്പോർട്സ് കോംപ്ലക്സിന്റെ 1ാം ഘട്ട ഉദ്ഘാടനം നവംബർ 3-ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് മേയർ MK വർഗീസ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇൻഡോർ സ്റ്റേഡിയം, ബാഡ്മിന്റൺ, വോളിബോൾ, ബാസ്കറ്റ്ബോൾ, ഹാൻഡ്ബോൾ കോർട്ടുകൾ,
ഫുട്ബോൾ ഗ്രൗണ്ട്, പ്രാക്ടീസ് പൂൾ, പവലിയൻ, അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്ക് എന്നിവ 50 കോടി രൂപ ചെലവഴിച്ച് ഇവിടെ സജ്ജമാക്കിയിട്ടുണ്ട്. ചടങ്ങിൽ മേയർ MK വർഗീസ് അധ്യക്ഷത വഹിക്കും. മന്ത്രിമാരായ K രാജൻ, R ബിന്ദു, MLA P ബാലചന്ദ്രൻ, MP മാർ, MLA മാർ എന്നിവർ പങ്കെടുക്കും. ഏഷ്യയിൽ തന്നെ എടുത്തു പറയാവുന്ന അംഗീകരിക്കപ്പെട്ട സ്പോർട്സ് കോംപ്ലക്സാണ് ദാലൂരിൽ 3ാം തീയതി ചെയ്യാൻ പോകുന്നത്. അതിലേക്കായി 2020 മുതൽ 2015 മുതൽ തുടങ്ങി വെച്ച ഒരു പ്രോസസ്സ് അതിൻ്റെ തുടർച്ചയായി 2020 മുതൽ 25 വർഷം 25 വരെയുള്ള കാലഘട്ടത്തിൽ പൂർത്തിയാക്കിയ ആദ്യ ഘട്ടത്തിൻ്റെ ഉദ്ഘാടനമാണ് 3ാം തീയതി വൈകിട്ട്. നമ്മുടെ പ്രൊജക്റ്റിന് 100 കോടി രൂപയാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. 13 ഏക്കർ സ്ഥലത്താണ് ഈ IMPJ എന്ന നാമധേയത്തിലുള്ള ഈ സ്പോർട്സ് കോംപ്ലക്സ് നിലകൊള്ളുന്നത്. നമുക്ക് പല ചരിത്രത്തിലേക്ക് തിരിച്ചു പോവുകയാണെങ്കിൽ 70 വർഷക്കാലമായി മുനിസിപ്പാലിറ്റി ഉണ്ടായിരുന്ന കാലം മുതൽ തന്നെ ഡംപിംഗ് യാർഡായി ഉപയോഗിച്ചിരുന്ന സ്ഥലമാണ് ഈ 13 ഏക്കർ സ്ഥലം. 2000 മുതൽ 2025 വരെ ഉള്ള ഈ കൗൺസിലിൽ 2005 മുതൽ 2010 വരെ ഞാൻ ഉണ്ടായിരുന്നില്ല. ബാക്കി കൗൺസിലൊന്നും ഞാൻ അന്ന് എന്നെ സമരത്തിന് വന്നിരുന്ന ചില ആൾക്കാരുണ്ടായിരുന്നു. ഇന്ന് അവർ പലരും ജീവിച്ചിട്ടുണ്ടെന്ന് അറിയില്ല. നമ്മുടെ ചേർത്ത് ശ്രീധരൻ, ശ്രീ വാസു, അതുപോലെ തന്നെ ഒരു ഡോക്ടർ, ഒരു വക്കീൽ, ഒരു പേര് ഒരു നിരന്തരം സമരത്തിലായിരുന്നു. അന്ന് വലിയ തീരുമാനങ്ങളോട് കൂടി അന്ന് സമരം 1 മാസക്കാലം നീണ്ട ഒരു കാലഘട്ടം ഞാൻ ഓർക്കുന്നു. അന്ന് ഇവിടെ നിന്ന് ഡബ്ല്യൂആറിലേക്ക് വാഹനങ്ങൾ കടത്തിവിടാത്ത ഒരു സാഹചര്യത്തിൽ അന്നത്തെ നയനായിരുന്ന CIP എടുത്തൊരു തീരുമാനം 2010-15 വരെയുള്ള കാലഘട്ടം. ഇനി ഈ സമരം മുന്നോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഞങ്ങൾ മണ്ണുത്തി സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ മരിച്ചവരുടെ ഓർമ്മ തിരുനാൾ ചടങ്ങുകൾക്ക് വികാരി ഫാദർ ഡേവിസ് ചിറമൽ മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അസിസ്റ്റന്റ് വികാരി ഫാദർ നിബിൽ പൊന്നാരി സഹകാർമ്മികനായിരുന്നു. സെമിത്തേരിയിൽ നടന്ന ചടങ്ങുകളിൽ നിരവധി വിശ്വാസികൾ അവരുടെ ബന്ധുക്കളുടെ കല്ലറകളിൽ മെഴുകുതിരി തെളിയിച്ച് ഓർമ്മകൾ പുതുക്കി. തുടർന്ന് ശ്രാദ്ധ കഞ്ഞി വിതരണമുണ്ടായിരുന്നു. ട്രസ്റ്റിമാരായ പിയൂസ് ചാലിശ്ശേരി, ആന്റോ മാത്യു, ലിയോ ആലപ്പാട്, തോമസ് എടമറ്റത്തിൽ, കേന്ദ്രസമിതി കൺവീനർ നോബി മേനാച്ചേരി എന്നിവർ നേതൃത്വം നൽകി. മാടക്കത്തറ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 16-ൽ സഞ്ചാരയോഗ്യമാക്കിയ വിവിധ റോഡുകളുടെ ഉദ്ഘാടനം പ്രസിഡന്റ് ഇന്ദിരാ മോഹൻ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര അധ്യക്ഷനായി. വാർഡ് മെമ്പർ സുകന്യ ബൈജു സ്വാഗതം പറഞ്ഞു. കേരളപ്പിറവി കഴിഞ്ഞ് 2ാമത്തെ ദിവസത്തിലേക്ക് നമ്മൾ കടന്നു. പുതിയ കേരളപ്പിറവി ദിവസം, അതിൻ്റെ തലേ ദിവസം മന്ത്രി കുറേയധികം പ്രഖ്യാപനങ്ങളൊക്കെ നടത്തി. പെൻഷൻ മേടിക്കുന്നവർക്ക് 2000 രൂപ അത് ഈ മാസം തൊട്ട് നടപ്പിലാക്കുകയാണ്. കുടിശ്ശിക അടക്കമുള്ള പെൻഷൻ ഈ മാസം തൊട്ട് മേടിക്കുകയാണ്. 1 മാസത്തേക്കാണ് കുടിശ്ശിക കൊടുക്കും. അതുപോലെ തന്നെ ആശാ വർക്കർമാർക്ക്, മോളിയെ പോലെയുള്ളവർക്ക് 1000 രൂപ വർദ്ധിപ്പിക്കുന്നു. അംഗനവാടി ടീച്ചർമാർക്ക് 1000 രൂപ വർദ്ധിപ്പിക്കുന്നു. നെല്ല് കർഷകർക്ക് 1 കിലോ നെല്ലിന് 30 രൂപ ന്യായവില നിശ്ചയിച്ചു. റബ്ബർ കർഷകരെ സംബന്ധിച്ച് 200 രൂപ ന്യായവിലയാക്കി. വീട്ടമ്മമാർ പെൻഷൻ മേടിക്കാത്ത BPL കുടുംബത്തിലെ 35 വയസ്സ് തൊട്ട് 60 വയസ്സിന് താഴെയുള്ള വീട്ടമ്മമാർക്ക്, പെൻഷൻ മേടിക്കാത്ത BPL ആയ വീട്ടമ്മമാർക്ക് 1000 രൂപ. അങ്ങനെ കുറേ അധികം പ്രഖ്യാപനങ്ങളാണ് ഇന്നലെ തൊട്ട് നടപ്പിലാക്കാനായിട്ട് പോകുന്നത്. ഇതിനിടയിൽ നമുക്കെല്ലാവർക്കും അറിയാം 250 കോടി രൂപ അത്രയും ചെലവഴിച്ച് നല്ല രീതിയിൽ പ്രവർത്തനം നടത്താൻ പറ്റിയത് ഈ നിൽക്കുന്നവരുടെ നമ്മൾ നല്ല രീതിയിൽ ഭരിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ വികസനം നടത്തിയിട്ടുണ്ട്. ഇനിയും വിമർശനങ്ങളുള്ളത് പരിഹരിച്ച് പോകാൻ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ചർച്ച് റോഡ് ഇതിൻ്റെ നന്നായിട്ട് സുഖം കിട്ടും. ശരിക്കും പറഞ്ഞാൽ 1 മണിക്കൂർ തികച്ച് കിട്ടിയിട്ടില്ല ഒന്ന് പറയാനോ സംഘടിപ്പിക്കാനായിട്ട്. അപ്പോൾ എല്ലാവരും കൂടി ഒരുമിച്ച് പറഞ്ഞതനുസരിച്ച് എല്ലാവരും കൂടി. ശബരിമല മേൽശാന്തി വാസുപുരം ഏറന്നൂർ മനയിൽ പ്രസാദ് നമ്പൂതിരിക്ക് മാടക്കത്തറ ശ്രീ അറുമുഖ അയ്യപ്പൻകാവ് ക്ഷേത്ര കമ്മിറ്റി സ്വീകരണം നൽകി. ചടങ്ങിൽ ക്ഷേത്ര മേൽശാന്തി സൂരജ് പൂർണ്ണകുംഭം നൽകി സ്വീകരിക്കുകയും ട്രഷറർ രാമകൃഷ്ണ പ്രസാദ് ഹാരമണിയിക്കുകയും ചെയ്തു.
ക്ഷേത്രം പ്രസിഡന്റ് VR സുധാകരൻ പൊന്നാട അണിയിച്ചു. സെക്രട്ടറി ശശികുമാർ ക്ഷേത്രസമിതിക്ക് വേണ്ടി ഉപഹാരം നൽകി. ശബരിമല നിയുക്ത മേൽശാന്തി പ്രസാദ് നമ്പൂതിരി അവിടെ എത്തിച്ചേർന്ന എല്ലാ ഭക്തജനങ്ങളെയും അനുഗ്രഹിക്കുകയും ഈ ചടങ്ങിന് നേതൃത്വം നൽകിയ ശ്രീ ആറുമുഖ അയ്യപ്പൻകാവ് ക്ഷേത്രസമിതിക്ക് പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തു. മലയാള ദിനാഘോഷവും ഭരണഭാഷാ വാരാചരണവും സംഘടിപ്പിച്ചു. ജില്ലാ ഭരണകൂടത്തിന്റെയും ജില്ലാ ഇൻഫർമേഷൻ ഓഫീസിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ മലയാള ദിനാഘോഷവും ഭരണഭാഷാ വാരാചരണവും സംഘടിപ്പിച്ചു. അധ്യാപകനും എഴുത്തുകാരനുമായ ഡോക്ടർ KS കൃഷ്ണകുമാർ ഉദ്ഘാടനം ചെയ്തു. ഭാഷയോട് നല്ല മനോഭാവമാണ് ഉണ്ടായിരിക്കേണ്ടതെന്ന് ഡോക്ടർ KS കൃഷ്ണകുമാർ പറഞ്ഞു. വ്യക്തിപരമായാലും ഔദ്യോഗികമായാലും ഭാഷയെ സൂക്ഷ്മതയോടെ ഉപയോഗിക്കണമെന്നും നമ്മുടെ ആത്മസൗന്ദര്യമാണ് ഭാഷയെന്നും അദ്ദേഹം പറഞ്ഞു. ശ്വാസത്തെ ഭാഷയായും ഭാഷയെ ശ്വാസമായും കണക്കാക്കണം എന്നും ഡോക്ടർ കൃഷ്ണകുമാർ കൂട്ടിച്ചേർത്തു. അഡീഷണൽ ജില്ലാ മജിസ്ട്രേറ്റ് T മുരളി ഭരണഭാഷാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു. ഫയലും ഭാഷയും എന്ന വിഷയത്തിൽ ദുരന്ത നിവാരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ പ്രാൺ സിംഗ് ജീവനക്കാരുമായി സംവാദം നടത്തി. ജില്ലാ ഇൻഫർമേഷൻ ഓഫീസർ PK വേലായുധൻ സ്വാഗതം ആശംസിച്ചു. അസിസ്റ്റന്റ് എഡിറ്റർ KC ഹരിദാസ് നന്ദി പ്രകാശിപ്പിച്ചു. മുക്കാട്ടുകര സെന്റ് ജോർജസ് ദേവാലയത്തിൽ കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾക്ക് കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതിയുടെ ആഭിമുഖ്യത്തിൽ പരിശീലന ക്യാമ്പ് ഉണർവ് സംഘടിപ്പിച്ചു. ദൈവവിളിയുടെ ഭാഗമായി സ്നേഹ ശുശ്രൂഷയുടെ ദൗത്യമാണ് ഭാരവാഹികൾ ഏറ്റെടുത്തിരിക്കുന്നതെന്ന് ക്ലാസ് നയിച്ച റവറന്റ് ഫാദർ അനീഷ് പുത്തൂർ ഭാരവാഹികളെ ബോധ്യപ്പെടുത്തി. ഇടവക വികാരി റവറന്റ് ഫാദർ പോൾ പിണ്ടിയാൻ, അസിസ്റ്റന്റ് വികാരി റവറന്റ് ഫാദർ ഫ്രാൻസിസ് പോത്തുകര, കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതി കൺവീനർ ഷിജു വർഗീസ്, സെക്രട്ടറി ജെൻസൺ ജോസ് കാക്കശ്ശേരി, ട്രഷറർ പ്രിൻസ് ഡൊമനിക്, മറ്റ് ഭാരവാഹികൾ തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. കേരളത്തിൽ പട്ടിണി മരണങ്ങൾ ഇല്ലാത്തതിന് കാരണം മോദി സർക്കാർ എന്ന് K. സുരേന്ദ്രൻ. നരേന്ദ്രമോദി സർക്കാർ ഉള്ളതുകൊണ്ടാണ് കേരളത്തിൽ പട്ടിണി മരണങ്ങൾ ഇല്ലാത്തതെന്ന് BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. മുഖ്യമന്ത്രിയും സംസ്ഥാന സർക്കാരും നടത്തുന്നത് PR പ്രചരണം മാത്രമാണെന്നും തൃപ്പൂണിത്തുറയിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ അദ്ദേഹം പറഞ്ഞു. അന്ത്യോദയ അന്നയോജന പദ്ധതി പ്രകാരം സൗജന്യ റേഷൻ കൊടുക്കുന്നതും ശൗചാലയങ്ങൾ നിർമ്മിക്കുന്നതും ജൽജീവൻ മിഷനിലൂടെ കുടിവെള്ള വിതരണം ചെയ്യുന്നതും കേന്ദ്ര സർക്കാരാണ്. പ്രധാനമന്ത്രി ആവാസ് യോജന പദ്ധതിയിൽ 7 ലക്ഷം വീടുകളാണ് സംസ്ഥാനം വിഹിതം കൊടുക്കാത്തതുകൊണ്ട് മാത്രം മുടങ്ങിക്കിടക്കുന്നത്. ഇങ്ങനെ നിരവധി പദ്ധതികളാണ് സംസ്ഥാന വിഹിതം ഇല്ലാത്തതുകൊണ്ട് മുടങ്ങിക്കിടക്കുന്നത്. അർബൻ PMAY പദ്ധതിയിൽ സംസ്ഥാനം കരാർ പുതുക്കുന്നില്ല. ജൽജീവൻ മിഷൻ പദ്ധതിക്ക് സംസ്ഥാനം ഫണ്ട് നീക്കിവെക്കുന്നില്ല. സംസ്ഥാനം സ്വന്തം ഖജനാവിൽ നിന്നും ആളുകളെ ദാരിദ്ര്യമുക്തമാക്കാൻ എന്താണ് ചെയ്യുന്നതെന്ന് മുഖ്യമന്ത്രി പറയണം. സംസ്ഥാനം കണ്ടെത്തിയ 60,000-ൽ വലിയ ഭാഗം CPM-കാരാണ്. വീടുകളില്ലാതെ ടാർപോളിനുള്ളിൽ കിടക്കുന്ന ആയിരങ്ങളാണ് കേരളത്തിലുള്ളത്. മറ്റ് സംസ്ഥാനങ്ങൾ ഇതുപോലത്തെ തട്ടിപ്പ് പരിപാടി നടത്തുന്നില്ല. ഇന്ത്യയിൽ അതിദാരിദ്ര്യം മറികടക്കാൻ വലിയ ശ്രമങ്ങളാണ് കേന്ദ്രം നടത്തുന്നത്. സമ്പൂർണ്ണ വൈദ്യുതീകരണ സംസ്ഥാനം എന്ന് പറയുന്നത് പോലെ വ്യാജ പ്രചരണമാണ് അതിദാരിദ്ര്യത്തിൻ്റെ കാര്യത്തിലും നടക്കുന്നത്. 5 ലക്ഷം രൂപയാണ് മോദി സർക്കാർ ആയുഷ്മാൻ ഭാരത് ഇൻഷുറൻസ് പദ്ധതിയിലൂടെ നൽകുന്നത്. കേരളത്തിൽ അത് നൽകാതിരിക്കാനാണ് പിണറായി സർക്കാർ ശ്രമിക്കുന്നത്. PM ശ്രീയിൽ നിലപാട് മാറ്റിയ വിദ്യാഭ്യാസ മന്ത്രിയാണ് SSK ഫണ്ട് കിട്ടിയില്ലെങ്കിൽ അതിനെപ്പറ്റി പറയേണ്ടതെന്നും മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടിയായി അദ്ദേഹം പറഞ്ഞു. PM ശ്രീ പഠിക്കാൻ 7 പേരെ വെച്ചത് തലതിരിഞ്ഞ സമീപനമാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ BJP വലിയ മുന്നേറ്റമുണ്ടാക്കുമെന്നും K. സുരേന്ദ്രൻ പറഞ്ഞു. ഇടവേള. SRK Gold and Diamonds, Kalathod, Thrissur, making every celebration sparkle. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ.
വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ, റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം, ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും, ജനറൽ മെഡിസിൻ MD കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവയും പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ, പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. പുട്ട് കഴിക്കണം. എനിക്ക് പുട്ട് കഴിക്കാൻ തോന്നുന്നു. എനിക്ക് പുട്ട് കഴിക്കാൻ തോന്നുന്നുണ്ട്. പുട്ടാ? ഈ നേരത്താ? വഴിയുണ്ടാക്കാം. യൂണിക് കിച്ചൻ പുട്ടുപൊടി, ശുദ്ധമായ ഭക്ഷണം. ഇത് ഞങ്ങളുടെ പ്രോമിസ്. വാർത്തകളിലേക്ക്. SNDP യുഗം മണ്ണുത്തി യൂണിയൻ പുത്തൂർ ചോച്ചോരിക്കുന്ന് ശാഖ ഗുരുദേവ ക്ഷേത്രത്തിലെ 10ാമത് പ്രതിഷ്ഠാദിന മഹോത്സവം സംഘടിപ്പിച്ചു. പ്രതിഷ്ഠാദിനത്തിൽ രാവിലെ ഗണപതി ഹോമം, ഉഷപൂജ, കലശപൂജ, കലശമാടിപ്പൂജ എന്നീ ക്ഷേത്രാചാര ചടങ്ങുകൾക്ക് വിനോദ്, സലീഷ് എന്നിവർ കാർമ്മികത്വം വഹിച്ചു. പ്രതിഷ്ഠാദിന ചടങ്ങുകൾക്ക് ക്ഷേത്രം ഭരണസമിതി അംഗങ്ങളായ പ്രകാശൻ ചുള്ളിപ്പറമ്പിൽ, പ്രേമൻ കൊരട്ടിക്കാടൻ, രാജീവ് കുന്നത്ത് എന്നിവർ നേതൃത്വം നൽകി. പ്രതിഷ്ഠാദിനത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിലെത്തിയ എല്ലാവർക്കും അന്നദാനവും ഉണ്ടായിരുന്നു. സന്യാസികളില്ലിങ്ങനെയില്ലമിയെന്നോർ വന്യാശ്രമമേലുന്നവരും ശ്രീ ഗുരുമൂർത്തി വാദങ്ങൾ ചെവി കൊണ്ടു മതപ്പോരുകൾ കണ്ടും മോദസ്ഥിരനായ വസിപ്പൂമല പോലെ
മണ്ണുത്തി സെന്റ് ആന്റണീസ് പള്ളിയിൽ ജപമാല മാസാചരണത്തിന്റെ സമാപനം കുറിച്ച് ജപമാല റാലി നടന്നു. പള്ളിയിൽ നിന്നും ആരംഭിച്ച റാലി മണ്ണുത്തി മഹാത്മാ സ്ക്വയറിലെത്തി തിരികെ പള്ളിയിലെത്തി സമാപിച്ചു. മാതാവിന്റെ വിവിധ രൂപങ്ങൾ വനിതകൾ പ്രത്യേകം സജ്ജീകരിച്ച കൂടുകളിൽ വെച്ച് തോളിലേറ്റി നടത്തിയ പ്രദക്ഷിണ റാലി ജനശ്രദ്ധ ആകർഷിച്ചു. ചടങ്ങുകൾക്ക് ട്രസ്റ്റിമാരായ പിയൂസ് ചാലിശ്ശേരി, ആന്റോ മാത്യു, ലിയോ ആലപ്പാട്, തോമസ് എടമറ്റത്തിൽ, കേന്ദ്ര സമിതി കൺവീനർ നോബി മേനാച്ചേരി, ഏകോപന സമിതി സെക്രട്ടറി ജോസ് നല്ലങ്കര എന്നിവർ നേതൃത്വം നൽകി. കേരളപ്പിറവി ദിനത്തിൽ അന്യസംസ്ഥാനക്കാരായ സൈനികർക്ക് മധുരം നൽകി NCC കേഡറ്റുകൾ. തൃശൂർ 24 കേരള ബറ്റാലിയൻ NCC കേഡറ്റുകളാണ് കേരളപ്പിറവി ദിനത്തിൽ അന്യസംസ്ഥാന സൈനികരായ നായിക് സുബേദാർ നകുൽ മിർദ, സുബേദാർ K ശശികുമാർ എന്നിവർക്ക് മധുരവും ബൊക്കയും നൽകി കേരള ചരിത്രവും വിവരിച്ച് കേരള പിറവി ദിനം വേറിട്ടതാക്കിയത്. മറ്റം സെന്റ് ഫ്രാൻസിസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NCC കേഡറ്റുകൾ കണ്ടാണശ്ശേരി പഞ്ചായത്ത് ഓഫീസിന് മുന്നിലുള്ള ഗാന്ധി പ്രതിമയ്ക്ക് സമീപമാണ് ആദര സമ്മേളനം നടത്തിയത്. മേജർ PJ സ്റ്റൈജു പരിപാടി ഉദ്ഘാടനം ചെയ്തു. NCC കേഡറ്റുകൾ കേരളപ്പിറവി ഗാനം ആലപിച്ചു. സീനിയർ കേഡറ്റുകളായ അഭിജിത്ത് മോഹൻ, ശിവമല്ലി എന്നിവർ ചേർന്നാണ് സൈനികർക്ക് മധുരവും ബൊക്കയും നൽകിയത്. ഇസബൽ ജോസ് കേരള ചരിത്രത്തെക്കുറിച്ച് കേഡറ്റുകളോട് സംവദിച്ചു. മധുരത്തിന് പുറമെ ലൂവിക്കയും വിതരണം ചെയ്തിരുന്നു. കേരളത്തിലെ ജീവിതം മറക്കാനാകാത്ത മധുര സ്വപ്നങ്ങളാണ് നൽകിയതെന്ന് ഒറീസ സ്വദേശി നകുൽ മിർദ മറുപടി പ്രസംഗത്തിൽ അഭിപ്രായപ്പെട്ടു. പരിപാടികൾക്ക് സീനിയർ കേഡറ്റുകളായ സായി കൃഷ്ണ, ആദിത്യൻ VS, മെൻസാര, ഗ്രേസ് ജോഷി എന്നിവർ നേതൃത്വം നൽകി. വിദ്യാർത്ഥികളിൽ ദേശീയബോധം വളർത്തുന്നതിനും കേരള ദേശത്തോടുള്ള സ്നേഹം വർദ്ധിപ്പിക്കുന്നതിനുമാണ് ഇത്തരത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിച്ചതെന്ന് യൂണിറ്റ് ഓഫീസർ മേജർ PJ സ്റ്റൈജു പറഞ്ഞു. BJP സിറ്റി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കേരള പിറവി ദിനമായ നവംബർ 1 വികസിത കോർപ്പറേഷൻ സംഗമം സംഘടിപ്പിച്ചു. സംഗമം ജേക്കബ് തോമസ് IPS ഉദ്ഘാടനം ചെയ്തു. പതിറ്റാണ്ടുകളായി തുടരുന്ന ഒത്തുതീർപ്പ് രാഷ്ട്രീയത്തിന്റെ ഇടത് വലത് മുന്നണികളുടെ ദുർഭരണം, വികസന മുരടിപ്പാണ് ഇതുവരെ ഉണ്ടായത്. നമുക്ക് വേണ്ടത് യഥാർത്ഥ വികസനമാണ്. ആ ലക്ഷ്യത്തിലേക്ക് തൃശ്ശൂരിനെ നയിക്കാൻ വ്യക്തമായ വികസന കാഴ്ചപ്പാടോടെ മുന്നേറുന്ന BJPക്ക് മാത്രമേ സാധിക്കൂ. BJP തൃശൂർ കോർപ്പറേഷൻ പാർലമെന്റ് പാർട്ടി നേതാവ് വിനോദ് പൊള്ളാച്ചേരി അധ്യക്ഷത വഹിച്ചു. BJP സിറ്റി ജില്ലാ പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ്, മേഖലാ പ്രസിഡന്റ് A നാഗേഷ്, മേഖല ജനറൽ സെക്രട്ടറി രവികുമാർ ഉപ്പത്ത്, മേഖല വൈസ് പ്രസിഡന്റ് ബിജോയ് തോമസ്, ജില്ലാ ജനറൽ സെക്രട്ടറിമാരായ PK ബാബു, അഡ്വക്കേറ്റ് KR ഹരി, മുൻ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഭീം ജയരാജ് എന്നിവർ പ്രസംഗിച്ചു. മണ്ഡലം പ്രസിഡന്റ് രഘുനാഥ് C മേനോൻ, വിപിൻ ഐനിക്കുന്നത്ത്, കൗൺസിലർ N പ്രസാദ് എന്നിവർ നേതൃത്വം നൽകി. കുറ്റവിചാരണ ജാഥ നടത്തി. മണ്ണുത്തി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ കോർപ്പറേഷന്റെ അഴിമതിക്കും ധൂർത്തിനും കെടുകാര്യസ്ഥതയ്ക്കുമെതിരെ മുല്ലക്കര ഡിവിഷനിൽ കാൽനട ജാഥ നടത്തി. മുൻ കോർപ്പറേഷൻ കൗൺസിലർ PU ഹംസ ജാഥ ക്യാപ്റ്റൻ MU മുത്തുവിന് പതാക കൈമാറി. സമാപന സമ്മേളനം DCC ജനറൽ സെക്രട്ടറി സുന്ദരൻ കുന്നത്തുള്ളി ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നേതാക്കളായ NS നൌഷാദ്, ജോണി അരിമ്പൂർ, RA ബാവ, ടിറ്റോ തോമസ്, CV സുമേഷ്, സഫിയ, നിഷാദ് തുടങ്ങിയവർ നേതൃത്വം നൽകി. ഒല്ലൂർ സെന്റ് ആന്റണീസ് ഫൊറോന പള്ളിയിൽ മനുഷ്യ നീ മണ്ണാകുന്നു, മണ്ണിലേക്ക് മടങ്ങുമെന്നും മരണം ഓർമ്മ തിരുനാൾ ആചരിച്ചു. ദിവ്യബലിക്ക് ശേഷം കല്ലറയിൽ വെഞ്ചരിപ്പ്, പൊതു ഓഫീസും ഫൊറോന വികാരി ഫാദർ വർഗീസ് കുത്തൂർ, അസിസ്റ്റന്റ് വികാരിമാരായ ഫാദർ എഡ്വിൻ ഐനിക്കൽ, ഫാദർ തേജസ് കുന്നപ്പള്ളിൽ, കൈക്കാരന്മാരായ ഷോണി അക്കര, ഷാജു പടിക്കല, ജോഫി ചിറമൽ, ജേസൻ പ്ലാക്കൽ, വളണ്ടിയർ ക്യാപ്റ്റൻ ജോബി ചെറുവത്തൂർ, PRO ജസ്റ്റിൻ പെരൂട്ടി എന്നിവർ നേതൃത്വം നൽകി. ഇടവേള. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ.
ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം. സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം മണ്ണുത്തി, പോസ്റ്റ് ഓഫീസിന് സമീപം മണ്ണുത്തി. നീലി എന്റെ എല്ലാ പ്രശ്നത്തിലും കൂടി ഉണ്ടായിരുന്നു. ഇനി ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ ഞാൻ ഇവിടെ പോകും. അയ്യോ ചേട്ടൻ വീണ്ടും വാർത്തകളിലേക്ക്. വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് മുൻ പ്രസിഡന്റും മുൻ ഗ്രാമപഞ്ചായത്ത് അംഗവുമായ PV നാരായണസ്വാമി അന്തരിച്ചു. 68 വയസ്സായിരുന്നു. മക്കൾ വൈശാഖ്, വിഘ്നേഷ്, മരുമക്കൾ സന്ധ്യ, ബൃന്ദ. സംസ്കാരം നവംബർ 3 രാവിലെ 10:30 വടക്കാഞ്ചേരി ബ്രാഹ്മണസഭാ ശ്മശാനത്തിൽ നടക്കും. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനെ സംസ്ഥാനത്തെ മികച്ച 2ാമത്തെ പോലീസ് സ്റ്റേഷനായി തെരഞ്ഞെടുത്തു. സംസ്ഥാനത്തെ ഏറ്റവും മികച്ച പോലീസ് സ്റ്റേഷനുള്ള 2024 മുഖ്യമന്ത്രിയുടെ വാർഷിക ട്രോഫി നൽകുന്നതിനായാണ് തൃശൂർ റൂറൽ ജില്ലയിലെ കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനെ തെരഞ്ഞെടുത്തത്. സ്റ്റേഷന്റെ നടത്തിപ്പ്, ജനങ്ങളുമായുള്ള ഇടപെടൽ, ജനമൈത്രി പോലീസിന്റെ പ്രവർത്തനങ്ങൾ, ഓൺലൈൻ സംവിധാനത്തിലെ പ്രവർത്തന മികവ്, സ്റ്റേഷൻ പരിധിയിലെ വാഹനാപകടങ്ങൾ കുറയ്ക്കുന്നതിനായി കാണിക്കുന്ന ജാഗ്രത, കേസുകളിലെ അന്വേഷണ മികവ് തുടങ്ങിയ വിവിധ വിഷയങ്ങൾ കണക്കിലെടുത്താണ് 2024 അവാർഡിന് പരിഗണിച്ചത്. സംസ്ഥാന പോലീസ് മേധാവി റാവഡ ആസാദ് ചന്ദ്രശേഖർ IPS രൂപീകരിച്ച അഡീഷണൽ ഡയറക്ടർ ജനറൽ ഓഫ് പോലീസ് ADGP S. ശ്രീജിത്ത് IPS അധ്യക്ഷനായുള്ള സ്ക്രീനിംഗ് കമ്മിറ്റിയാണ് ബന്ധപ്പെട്ട ഓഫീസുകളിൽ നിന്ന് ലഭിച്ച നോമിനേഷനുകൾ സൂക്ഷ്മമായി പരിശോധിച്ച് കമ്മിറ്റി ചെയർമാന്റെയും അംഗങ്ങളുടെയും കൂട്ടായ തീരുമാനപ്രകാരം മികച്ച പോലീസ് സ്റ്റേഷനുകളെ തെരഞ്ഞെടുത്തത്. ഉത്തരവ് സംസ്ഥാന പോലീസ് മേധാവിയുടെ കാര്യാലയത്തിൽ നിന്നും സെപ്റ്റംബർ 30 ഇറങ്ങി. ആലപ്പുഴ മുഹമ്മ പോലീസ് സ്റ്റേഷനാണ് 1ാം സ്ഥാനത്ത്. കാസർഗോഡ് ബേക്കൽ പോലീസ് സ്റ്റേഷനാണ് 3ാം സ്ഥാനം. കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ ജില്ലാ ആസ്ഥാനത്ത് വെച്ച് അഭിനന്ദിച്ചു. വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച വിദേശ മദ്യവുമായി ഒരാൾ തൃശൂർ എക്സൈസ് റേഞ്ച് സംഘത്തിന്റെ പിടിയിൽ. നടത്തറ മുളയം സ്വദേശി കുണ്ടനാട്ടിൽ വീട്ടിൽ ബാബുവാണ് പിടിയിലായത്. ഇയാളിൽ നിന്നും വിൽപ്പനയ്ക്കായി സൂക്ഷിച്ച 10 ലിറ്ററോളം വിദേശ മദ്യവും മദ്യം വിറ്റ് കിട്ടിയ 1400 രൂപയും പിടികൂടി. ഡ്രൈഡേ ദിവസങ്ങളിൽ വൻ ലാഭത്തിന് വിൽപ്പന നടത്തുകയാണ് പ്രതിയുടെ രീതി. തൃശൂർ എക്സൈസ് റേഞ്ച് പ്രിവന്റീവ് ഓഫീസർ TJ രഞ്ജിത്ത്, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ രാജു NR, സിവിൽ എക്സൈസ് ഓഫീസർമാരായ റെനിൽ രാജൻ, അനൂപ് ദാസ് തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പ്രതിയെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു. തൃശൂർ റൂറൽ ജില്ലയിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ ജില്ലാതല ക്വിസ് കോമ്പറ്റീഷൻ സംഘടിപ്പിച്ചു. വിജയികൾക്കുള്ള സമ്മാനം തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ നിർവഹിച്ചു. ഇരിങ്ങാലക്കുട റൂറൽ ജില്ലയിലെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളുടെ ജില്ലാതല ക്വിസ് മത്സരം ഇരിങ്ങാലക്കുട ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് സ്കൂളിൽ വെച്ച് നടത്തി. വിദ്യാർത്ഥികളിൽ പൊതുവിഷയങ്ങളെക്കുറിച്ചുള്ള അറിവും അവബോധവും വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ഈ മത്സരം അഡീഷണൽ SPയും SPC ഡിസ്ട്രിക്ട് നോഡൽ ഓഫീസറുമായ സിനോജ് TS ഉദ്ഘാടനം ചെയ്തു. തൃശൂർ റൂറൽ ജില്ലയിലെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള SPC കേഡറ്റുകൾ പങ്കെടുത്ത ക്വിസ് മത്സരത്തിൽ പനങ്ങാട് HSS 1ാം സ്ഥാനം നേടി. കൊടുങ്ങല്ലൂരിലെ PBM GHSS 2ാം സ്ഥാനവും സെന്റ് ജോസഫ് മതിലകം സ്കൂൾ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. മത്സരത്തിന്റെ സമാപന ചടങ്ങിൽ ജില്ലാ പോലീസ് മേധാവി B. കൃഷ്ണകുമാർ വിജയികൾക്കുള്ള സമ്മാനങ്ങൾ വിതരണം ചെയ്തു. 1ാം സമ്മാനമായി 5000 രൂപയുടെ ക്യാഷ് പ്രൈസും ട്രോഫിയും, 2ാം സമ്മാനമായി 3000 രൂപയുടെ ക്യാഷ് പ്രൈസും ട്രോഫിയും, 3ാം സമ്മാനമായി 2000 രൂപയുടെ ക്യാഷ് പ്രൈസും ട്രോഫിയും അദ്ദേഹം വിജയികൾക്ക് സമ്മാനിച്ചു.
പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. IM വിജയൻ അന്താരാഷ്ട്ര സ്പോർട്സ് കോംപ്ലക്സ് നവംബർ 3 മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് മേയർ MK വർഗീസ്. മുക്കാട്ടുകര സെന്റ് ജോർജസ് ദേവാലയത്തിൽ കുടുംബ കൂട്ടായ്മ ഭാരവാഹികൾക്ക് പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചു. മാടക്കത്തറ ഗ്രാമപഞ്ചായത്ത് കളിസ്ഥലം റവന്യൂ വകുപ്പ് മന്ത്രി K. രാജൻ ഉദ്ഘാടനം ചെയ്തു. മാടക്കത്തറ ഗ്രാമപഞ്ചായത്തിലെ വാർഡ് 16 സഞ്ചാരയോഗ്യമാക്കിയ വിവിധ റോഡുകളുടെ ഉദ്ഘാടനം പ്രസിഡന്റ് ഇന്ദിരാ മോഹൻ നിർവഹിച്ചു. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.